everyone, welcome back to my YouTube channel. സോ ഇതൊരു കുറച്ച് ദിവസമൊക്കെ മുമ്പ് പോസ്റ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അതായത് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ. സംഭവം മൊബൈലിൽ സ്റ്റോറേജ് ഇല്ലാത്തത് കാരണം എനിക്കതിനെ എഡിറ്റ് ചെയ്ത് കറക്റ്റാക്കി ഇടാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. ശിവരാത്രി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ ആ സമയമൊക്കെ നമ്മൾ ഉറക്കൊളിച്ചിരുന്ന് അമ്പലത്തിലോ അവിടുത്തെ പൂജയിലൊക്കെ പങ്കെടുത്ത് അങ്ങനെയൊക്കെയാണ്. സോ നമ്മുടെ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിലായിരുന്നു അന്നത്തെ ദിവസം ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും. അപ്പോൾ 4 യാമമായിട്ടാണ് പൂജ നടക്കുന്നത് ആ ദിവസം. അപ്പോൾ അതിൽ ഓരോ യാമവും നമ്മുടെ ക്ഷേത്രത്തിൽ 108 തവണ പ്രദക്ഷിണം പൂർത്തിയാക്കണം. തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു കട്ടൻ കാപ്പിയും പിന്നെ ചുണ്ടൻകടല ആവിച്ചതും ഇതൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പയ്യെ നമ്മൾ ആ പൂജയിലേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണത്. ക്ഷേത്രത്തിന് ചുറ്റും അമ്മമാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ചെറിയ കുട്ടികളുണ്ടായിരുന്നു. പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും എല്ലാവരും ഒരുപോലെ ഇവിടുത്തെ പൂജയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഈ പൂജയിലൊക്കെ പങ്കെടുക്കുന്നവർ തീരെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഉള്ളവർ തന്നെ, അതായത് ആ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ തന്നെ വാട്ടർ മെലൺ ഓരോ പീസാക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അതെപ്പോഴാണ് കഴിക്കുന്നതെന്ന് ഇവിടെ നോക്കുമല്ലേ, 1:30. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ പൂജകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു 4:30 ആയപ്പോൾ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ കൂടെ എടുത്തായിരുന്നു. 4:30 ആയപ്പോൾ 4:45 ആയപ്പോഴത്തേക്കും എൻ്റെ കോലം കണ്ടോ ഗായ്സ്, ഞാൻ എങ്ങനെ നിൽക്കുന്നു. ഒരു ദിവസം മൊത്തം ഉറക്കൊഴിഞ്ഞ് അയ്യോ തലവേദന. പിന്നെ നല്ലതിനൊക്കെയാണല്ലോ, അതുകൊണ്ടൊരു സന്തോഷം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പൂജകളെല്ലാം തൊഴുത് രാവിലെ ഒരു 6:30-7 മണി ആവാറായപ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.